നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കാണം വിറ്റും വൈദ്യുതി മേടിക്കേണ്ട അവസ്ഥയിലേക്കാണ് മലയാളികളുടെ പോക്ക്. പ്രത്യേകിച്ചും ഈ ഓണക്കാലം കഴിയുമ്പോൾ കാണം വിറ്റ് ഓണമുണ്ണണം എന്ന പഴഞ്ചൊല്ലിന് പകരം കാണം വിറ്റ് വൈദ്യുതി മേടിച്ച് ഉണ്ണേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് മിക്കവാറും മലയാളികളുടെ കാര്യം ഒരു തീരുമാനത്തിലെത്തും. KSEBിയുടെ തീരുമാനം ഇപ്പോൾ അങ്ങനെ ഏതാണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 2024 മുതൽ അല്ലെങ്കിൽ 25 മുതൽ 2027 വരെ 2.75% മുതൽ വൈദ്യുത നിരക്ക് കൂട്ടണമെന്നാണ് KSEB ശുപാർശ ചെയ്തിരിക്കുന്നത്. KSEB ശുപാർശ ചെയ്തിരിക്കുന്ന കമ്മീഷന് മുമ്പായി ശുപാർശ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് ഹിയറിംഗിന് ആൾക്കാരെ വിളിക്കുകയും ഉണ്ടായി. KSEBയും ചെയർമാനും KSEBയുടെ തലതൊട്ടപ്പനായ ബിജു പ്രഭാകർ എന്ന ചെയർമാനും കൂടെ ചേർന്ന പാവപ്പെട്ട ജനങ്ങളെ വിളിച്ച് ഏതാണ്ടൊക്കെ പൊട്ടം കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ എന്തായാലും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർ പറയേണ്ടതെല്ലാം കൃത്യമായിട്ട് പബ്ലിക് ഹിയറിംഗിൽ പറയുകയും ചെയ്തു. KSEBയുടെ ആവശ്യം എല്ലാ കാലങ്ങളിലെയും പോലെ എല്ലാ കാലഘട്ടങ്ങളിലെയും പോലെ ജനങ്ങളുടെ പോക്കറ്റ് പകൽ കൊള്ളയടിക്കുക എന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ്. അത് ഓരോ വർഷവും അത് കൂടുന്നതല്ലാതെ അതിന്റെ ഗ്രാഫ് ഉയരുന്നതല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. കേരളമാണ് ഇന്ന് ഇന്ത്യയിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ വൈദ്യുത ബില്ല് അല്ലെങ്കിൽ വൈദ്യുതിയില് പൈസ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പിഴിഞ്ഞു മേടിക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. ഒന്നാം സ്ഥാനം സാക്ഷര കേരളം എന്ന പോലെ തന്നെ ഒന്നാം സ്ഥാനം വൈദ്യുത ബില്ലിന്റെ കാര്യത്തിലും കേരളീയർക്കുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കേരളീയരുടെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് കേരളീയരുടെ വൈദ്യുതി ഉപയോഗം തീർച്ചയായിട്ടും കൂടുതലാണ്. കാരണം രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ പുരോഗതി കൂടുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ആവശ്യങ്ങൾ ഉറപ്പായിട്ടും കൂടും. പക്ഷേ ജനങ്ങൾ മാറുന്നു, നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറുന്നു, നമ്മുടെ ടെക്നോളജി മാറുന്നു, പല പല പവർ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെടുന്നു. എന്നാൽ പോലും KSEB ലിമിറ്റഡ് കമ്പനിയായി മാറി. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇപ്പൊ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് KSEB എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നപ്പോഴും അത് നോർമൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നപ്പോഴും ഇനിയിപ്പോ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറിയപ്പോഴും ജനങ്ങൾക്ക് എന്ത് കാര്യം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ബിജു പ്രഭാകർ പറയുന്നത് KSEBക്ക് ഇപ്പോൾ 6400 കോടി കമ്മിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2.75% മുതൽ കൂട്ടിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അവരത് പിഴിഞ്ഞു വാങ്ങിക്കും എന്ന നിലവിലാണ് അതിന്റെ ഒരു പോക്ക്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് 60% വൈദ്യുതിയും കൊടുക്കുന്നത്. ബാക്കി 40% ഗാർഹിക ഉപയോഗങ്ങൾക്ക്. ഇവിടെ നേരെ തിരിച്ചാണ്. 60% ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയും 40 അല്ല ഏതാണ്ട് 20% ഉള്ളൂ വ്യവസായ. കാരണം വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ. കാരണം വ്യവസായങ്ങൾക്കെല്ലാം കൊടികുത്തലാണല്ലോ നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രതിപക്ഷം ഭരണത്തിലിരിക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ പ്രതിപക്ഷം കൊടികുത്തും. ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ തിരിച്ച് ഉള്ള ആൾക്കാർ വൈസ് വേഴ്സ തിരിച്ചു വരുന്ന ആൾക്കാർ കൊടുകുത്തുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരിക്കലും കേരളം ഒരു വ്യാവസായിക സംസ്ഥാനമല്ല. അത് എല്ലാവർക്കും നന്നായി അറിയുകയും ചെയ്യാം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒന്നും തന്നെ ഒരു സർക്കാരുകളും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. കേന്ദ്രം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അതിനും കൂടെ കൊടുകുത്തുന്ന ടീമുകളാണ് നമ്മൾ മലയാളികൾ. പ്രബുദ്ധ മലയാളികളാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വൈദ്യുതി നിരക്ക് ഏതാണ്ട് ഇലക്ട്രിക് ഷോക്കിനെക്കാളും മാരകമായ രീതിയിൽ, അതായത് ഒന്ന് നമ്മുടെ ചൂരൽമല ദുരന്തങ്ങൾ, അത് വലിയ ഷോക്കായി മലയാളികളിലേക്ക് വരുന്നു. പിന്നീട് നമ്മൾ നക്ഷത്ര രാജാക്കന്മാരായിട്ട് ആരാധിച്ചിരുന്ന വൃത്തികെട്ടവന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു, അതും മലയാളികൾക്ക് സങ്കടകരമായ ഒരു കാര്യമായി മാറി. അതിനുശേഷം ഇപ്പോഴിതാ KSEBയുടെ റേറ്റ് കൂട്ട് അല്ലെങ്കിൽ വൈദ്യുത നിരക്ക് കാര്യമായ രീതിയിൽ തന്നെ കൂട്ടുമെന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതാണ്ട് എനിക്കൊന്ന് 2027 ആകുമ്പോൾ ഏതാണ്ട് 12% മേളിൽ തന്നെ അവർ താരിഫ് കൂട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുകൂടാതെയും KSEB പറയുന്നത് സമ്മർ താരിഫ് ആക്കി ഉയർത്തണം. അതായത് ഓരോ യൂണിറ്റിനും 10 പൈസ വീതം ഈ സമ്മർ കാലഘട്ടങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടങ്ങളിൽ 10 പൈസ വീതം ഓരോ യൂണിറ്റിനും കൂട്ടി കൊടുക്കണം എന്നാണ്, അല്ലെങ്കിൽ കൂട്ടേണ്ടി വരണം എന്നാണ് അവരുടെ താരിഫ് കൂട്ടേണ്ടി വരുമെന്നാണ് നമ്മുടെ ചെയർമാന്റെ എളിയ ആവശ്യം. ഇതെല്ലാം കേട്ടാൽ പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് പബ്ലിക് ഹിയറിംഗിന് വന്നാൽ ഇവരെ എങ്ങനെ ബഹളം വെക്കാതിരിക്കും മിസ്റ്റർ ബിജു പ്രഭാകർ? താങ്കൾ എന്തിനാണ് ഈ MDയുടെ, കാരണം KSRTCയുടെ മുകളിൽ ഇരുന്ന ഒരു മനുഷ്യനാണ് ഈ ബിജു പ്രഭാകർ. അവിടുത്തെ MD ആയിട്ടിരുന്ന ഒരാളാണ് കുറച്ചു നാൾ മുമ്പ് വരെ. എന്നിട്ട് അവരെ വെള്ളാന പൂശി അവസാനം അവിടുന്ന് പുകഞ്ഞ് പുറത്തു ചാടി. അതിനുശേഷം ഇതാ ഇപ്പോ KSEBയുടെ തലപ്പത്ത് വന്നിരുന്ന എന്തെല്ലാമോ കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു കൂട്ടുന്നു. ഇന്നേ വരെ KSEBയുടെ ചെലവ് ചുരുക്കി അല്ലെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന രീതിയിൽ അജണ്ട കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ എരിചിയിൽ നിന്നും വറുചട്ടിയിലിടുന്ന രീതി KSEB എന്നാണ് ഇനി നിർത്തുക എന്ന് ഒരു പിടിയുമില്ല. എന്നിരുന്നാലും KSEBയുടെ പോക്ക് അത്ര നല്ല രീതിയിലൊന്നുമല്ല. എന്തെല്ലാം ഇനി എത്ര മഴ പെയ്താലും ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിഴിയാതെ KSEBക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും ഉണ്ടാകില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 841 കോടി രൂപയോളമാണ് ഇങ്ങനെ കൂട്ടിയാൽ KSEBക്ക് അധിക ലാഭം ലഭിക്കുക.
അത് എന്തായാലും കുറച്ച് ബോധമുള്ള മനുഷ്യർക്കെങ്കിലും മനസ്സിലാകും. പിന്നെ എല്ലാവരോടും പറയുന്ന പോലെ ഇങ്ങനെ ബഹളങ്ങൾ നടക്കുമ്പോൾ, അതായത് നമ്മൾക്ക് പ്രയോജനമില്ലാത്ത കുറെ കാര്യങ്ങളുടെ ബഹളത്തിലാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരായാലും എന്ത് തന്നെ ആയാലും കുറച്ച് ആൾക്കാർ KSEBയെ വെള്ളാന പൂശാനുള്ള ബിജു പ്രഭാകരന്റെ നീക്കങ്ങളൊന്നും എന്തായാലും പബ്ലിക് ഹിയറിംഗിൽ നടപ്പായില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ പബ്ലിക് ഹിയറിംഗ് വെക്കുകയും അതുപോലെ സോളാറിന്റെ വിഷയം വന്നപ്പോൾ പബ്ലിക് ഹിയറിംഗ് വെച്ച് അതിന്റെ കാര്യങ്ങൾ എല്ലാം കൂട്ടുന്ന രീതിയിൽ വന്നപ്പോൾ ജനങ്ങൾ രോഷാകുലരാകുകയും ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപഭോക്താക്കളെ എതിർപ്പിനെ തുടർന്ന് അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഓരോ വർഷവും ഏതാണ്ട് പുട്ടിന് പീരയിടുന്ന പോലെ KSEB ആൾക്കാരെ പിഴിയാനായിട്ട് താരിഫ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വന്ന് ജനങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കേരള സർക്കാർ കേരളത്തെ ജനങ്ങളെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും വില കൂടുതലാണ് ഇന്ന് കേരളത്തിൽ, അല്ലെ? പച്ചക്കറിക്കായാലും അല്ലെങ്കിൽ ഗ്യാസിനായാലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾക്കായാലും മനുഷ്യന് സമ്പാദിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ജോലി ചെയ്ത് അന്നു കിട്ടുന്ന പൈസ അന്നു തന്നെ സാധനങ്ങളും വാങ്ങിച്ചും ആഹാരങ്ങൾ വാങ്ങിച്ചും തീർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതൊക്കെ ഒരു വശത്ത് അതെല്ലാം നടക്കുന്നു. കാരണം ഓരോ പ്രാവശ്യവും കടം മേടിച്ചാണ് ക്ഷേമ പെൻഷനുകളെല്ലാം സർക്കാർ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, പല ശമ്പള കുടിശ്ശികളും തീർക്കുന്നത്. അത് KSRTCയുടെ ആയാലും എല്ലാം അങ്ങനെ തന്നെ. പക്ഷേ എന്നാൽ ടാക്സ് മേടിക്കുന്നതിനോ മറ്റു കുടിശ്ശികൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിയുന്നതിനോ KSEBക്കും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾക്കും ഒരു മടിയില്ല. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്, അതിൽ സംശയം ഏതുമില്ല. എന്നിരുന്നാലും KSEB ഈ കാണിക്കുന്ന പകൽക്കൊള്ള നിയന്ത്രിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ മലയാളികൾ എന്നേക്കുമായി ഇരുട്ടിനെ ആശ്രയിക്കേണ്ടി വരുമെന്നതാണ്. ഇത്രയൊക്കെ മഴ പെയ്തു കൂട്ടിയിട്ടും ഇപ്പോഴും പല ദിവസങ്ങളിലും നമ്മുടെ ജില്ലകളിൽ ലോഡ് ഷെഡിങ്, പറയാത്ത ലോഡ് ഷെഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈദ്യുത അമിത ഉപയോഗം കൊണ്ടും മഴ കുറവുകളും വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറയുന്നതുമാണ് കാരണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ജലവൈദ്യുത പദ്ധതിക്കൊപ്പം മറ്റു പദ്ധതികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് അനുമതി കൊടുക്കാത്തതെന്നുള്ളത് ഇന്നും ആശ്ചര്യകരമായ അവസ്ഥ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ അവരുടെ ജനതയ്ക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ നാട് എന്താണോ എന്നും അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾ, അതിൽ നിന്ന് ഒരു മാറ്റം ഇന്നേ നിമിഷം വരെയും ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നത് വളരെ ലജ്ജാകരമായ ഒരു സംഭവം തന്നെയാണ്. ഒരു സർക്കാരും അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തുറന്ന് പറയാതെ വയ്യ. അത് തൊഴിലാളി സർക്കാരായാലും മുതലാളി സർക്കാരായാലും എല്ലാം കണക്ക് തന്നെ. കോടികൾ സ്വർണ്ണക്കടത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും മകളുടെയും മരുമകന്റെയും ഒക്കെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകുമ്പോഴും ഒരിക്കലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ കുടിശ്ശിക കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനോ മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കാനോ അവിടെ ഒന്നും അവർക്ക് പൈസയില്ല. ഖജനാവ് കാലിയാണ്. എല്ലായ്പ്പോഴും ഭരണപക്ഷത്തിന് പറയാനുള്ളത് ഖജനാവ് കാലിയാണ്. ഇത് ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു? ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒന്നിനും ഒരു കുറവുമില്ല. അതാ ഈ മാസത്തെ ബില്ലിലും എക്സ്ട്രാ കുടിശ്ശിക എന്ന നിലയിൽ എല്ലാവർക്കും ഇരുട്ടടിയാണ്. ആവറേജ് 600 രൂപ വരുന്ന ഫാമിലിക്ക് എക്സ്ട്രാ ബില്ലെന്നും പറഞ്ഞ് 800 രൂപയാണ് അധികം ചാർജ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോ താരിഫ് മാറുന്നതനുസരിച്ചും ഓരോ കുടുംബത്തിനും എക്സ്ട്രാ ചാർജ് തലയ്ക്ക് ഇടിമിന്നലേറ്റ പോലെയാണ് KSEB എഴുതി കൊടുത്തു വിടുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരാണുള്ളത്? എന്നിട്ട് മാസാമാസം പുട്ടിന് പീരയിടുന്നത് പോലെ അടിക്കടി താരിഫ് മാറ്റും, യൂണിറ്റിന് പൈസ കൂട്ടലുമാണ് KSEBയുടെ പണി. ഇതൊന്നും ചോദിക്കാനും ചോദിപ്പിക്കപ്പെടാനും ഇവിടെ ആൾക്കാരില്ലാത്തിടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യും. നന്ദി സർക്കാരെ, നന്ദി.